അപ്പോൾ ചെർപ്പളശ്ശേരിക്കുള്ള ജാസ് ആൻഡ് ജാസ്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയും അറിയോ? 3:45 3:25 ജാസ് ആൻഡ് ജാസ് ചെർപ്പളശ്ശേരിക്ക് പോവാം. അതെനിക്ക് വല്ലാത്തൊരു ഓർമ്മയാണ് കേട്ടോ. അത് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ സിനിമാ മേഖലയും ഈ രാഷ്ട്രീയം കൊണ്ട് എന്തായാലും പോകും. ജയിക്കോ അതുല്ലേനും, തോറ്റു എന്ന ഒരു പേര് മാത്രം. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, അതിപ്പോൾ പറയാൻ മാത്രമല്ല എല്ലാവരും പറയും, രമേശ് പിഷാരടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിനെ പറ്റി ഇനി തുടങ്ങാം. കാരണം ഇത്ര നേരം നമ്മൾ കുമരമ്പത്തൂർ പഞ്ചായത്തിലായിരുന്നു, ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാട് പഞ്ചായത്തിലാണ്, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമ്മുടെ നാടല്ലേ. അപ്പോൾ നമുക്ക് മണ്ണാർക്കാടിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇനിയിപ്പോൾ മണ്ണാർക്കാട് MLA സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അരിയൂരാണ്. അരിയൂർ പള്ളി മദ്രസ. അപ്പോൾ നമ്മളൊക്കെ ഈ വഴി വന്നിട്ടുള്ളതാണ്, ഇനി പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകളുണ്ട്. ഞാൻ ഇത് ഇന്നലെ ഏകദേശം മനസ്സിലാക്കിയിരുന്നു, പെരുന്നാൾ ചിലപ്പോൾ ഇന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഓട്ടമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വർഷത്തെക്കാളും ഓട്ടം ഏകദേശം 70% കമ്മിയായിരിക്കുകയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുട്ടിന് വണ്ടികളാണ്. എല്ലാ വീട്ടിലും ഒരു 4 വണ്ടികളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഓട്ടം കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. ഇപ്പോൾ നമ്മൾ ആരെടുത്തായാലും നമ്മൾ അവരോട് നന്ദി പറയണം. ഇനിയിപ്പോൾ നമ്മളെ ദ്രോഹിക്കുകയാണെങ്കിലും നമ്മളെ സഹായിക്കുകയാണെങ്കിലും നമ്മൾ അവരോട് നന്ദി പറയണം. അത് നമുക്ക് വലിയൊരു പാഠം കൂടിയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരു എന്താ പറയുക, ആഘോഷമോ ആവേശമോ ഒന്നും കാണാനില്ല. ഒന്നാമത്തത് ചൂട്, ഭയങ്കര ചൂടാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചൂട് കൂടും. പിന്നെ ഇലക്ഷൻ്റെ ഒരു പ്രചാരണവും ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പും മാറ്റതും മറിച്ചതൊക്കെ ആയിട്ട് ആകെ ജനങ്ങൾ തിരിഞ്ഞു. ജനങ്ങൾ മാത്രം കേട്ടോ. അപ്പോൾ ഈ വഴികട പോകുന്ന ആൾക്കാർ എന്നല്ല കേട്ടോ, ജനങ്ങൾ. അത് ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പ്രത്യേകം എടുത്ത് പറയണ്ട. അപ്പോൾ ഏതൊരാൾക്കും ഏതൊരു പിന്നെ എന്താ പറയുക, ആൾക്കും കാറില്ലാത്തൊരു വീടുണ്ടാവാൻ ചുരുക്കമാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവരവരുടെ എന്താ പറയുക ചുറ്റുപാടും സാഹചര്യമോ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയോ അതൊന്നും അവർ ആലോചിക്കില്ല. അവർ ഒക്കെ അവനവന് ഇഷ്ടമുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണതും. അപ്പോൾ നമുക്കിപ്പോൾ അതിലിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്നല്ല ആർക്കും പ്രത്യേകിച്ചൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ വേറെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇനി നടക്കാത്തതായിട്ടൊന്നുമില്ല. ഒക്കെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഈ പരസ്പരം തമ്മിലുള്ള രാഷ്ട്രീയം തന്നെയാണ്. അതെങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളങ്ങനെ വട്ടമ്പലം എത്തി. വട്ടമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ട, എന്താ പറയുക, അത് തന്നെയാണ്. അപ്പോൾ ചെർപ്പളശ്ശേരിക്കുള്ള ജാസ് ആൻഡ് ജാസ്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയും അറിയോ? 3:45 3:25 ജാസ് ആൻഡ് ജാസ് ചെർപ്പളശ്ശേരിക്ക് പോവാം. അതെനിക്ക് വല്ലാത്തൊരു ഓർമ്മയാണ് കേട്ടോ. അത് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എൻ്റെ പ്രേക്ഷകരോട് പറയാനുണ്ട്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അറിയാത്തവരായിരിക്കും. എന്നിരുന്നാലും നമുക്കൊക്കെ ഒരു ദിവസം നമ്മളിപ്പോൾ ഈ ലോകത്തു നിന്ന് വിട്ടു പോയേ പറ്റൂ. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്തതും ചെയ്യാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അത് എന്താണെന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ തീർച്ചയായിട്ടും അത് പറയുന്നെ വേണം, പറഞ്ഞിരിക്കണം. എന്നാലേ എനിക്കുള്ളൊരു സമാധാനം എന്താ പറയുക കിട്ടുള്ളൂ. ഈ ചുങ്കം, ഇത് ചുങ്കം ജംഗ്ഷനാട്ടോ. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഈ ഡിവൈഡറില്ലേ, അത് ഞാനൊരു വട്ടം ഇവിടുത്തെ ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ പൂച്ചെടികളൊക്കെ ഉണ്ടാക്കിക്കൂടെ, കാരണം പിന്നെ അത് നല്ലതാണ്. കാരണം രാത്രിയിലും പകലിലൊക്കെ അന്യോന്യം വാഹനങ്ങൾ ഈ രാത്രിയാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് ബ്രൈറ്റിലൊക്കെ വരുമ്പോൾ അത് നമുക്ക് കാണാതിരിക്കാനും കൂടി ഒന്ന് അത് ശരിയാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും അവർ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെയാണ്, കേന്ദ്ര വകയായിട്ടാണ്, നമ്മുടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിനെ പറ്റി ഇനി തുടങ്ങാം. കാരണം ഇത്ര നേരം നമ്മൾ കുമരമ്പത്തൂർ പഞ്ചായത്തിലായിരുന്നു, ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാട് പഞ്ചായത്തിലാണ്, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമ്മുടെ നാടല്ലേ. അപ്പോൾ നമുക്ക് മണ്ണാർക്കാടിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇനിയിപ്പോൾ മണ്ണാർക്കാട് MLA സംസദീനാണ് ഇവിടെ പിന്നെ മത്സരിക്കുന്നത്. 15 വർഷത്തോളമായിട്ട് അദ്ദേഹം ഇവിടെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് എവിടെയെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ നാട് തിരൂരാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഏകദേശം 10-15 വർഷത്തോളമായി. ഈ 15 വർഷത്തോളമായിട്ടും അദ്ദേഹം ഇവിടുന്ന് മണ്ണാർക്കാട് നിന്ന് വിട്ടു പോവാനുള്ളൊരു താല്പര്യത്തിൻ്റെ കുറവ് ഉണ്ടാവണമെങ്കിൽ ഈ മണ്ണാർക്കാട്ടുകാർ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അതിപ്പോൾ മുസ്ലിം ലീഗ് ആയതുകൊണ്ടല്ല, അത് മനുഷ്യത്വം ഉള്ള ആൾക്കാരുണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിലൊക്കെ ഇവിടുന്ന് എന്നോ പുറത്താക്കിയിട്ടുണ്ടാവും. അത് ആരെ എന്ത് എപ്പോൾ എങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളവരെ ചവിട്ടി പുറത്താക്കും. അതിപ്പോൾ മണ്ണാർക്കാട്ടുകാർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെപ്പോൾ ഞാൻ വേറൊന്ന് പറയാം, എല്ലാതും നന്നായിട്ട് നമുക്കിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അപ്പം നമ്മൾ കൃത്യമായിട്ട് റോഡിലെ നിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. നമ്മൾ കൃത്യമായിട്ട് ദിവസവും രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട്, പള്ളിയിൽ പോയിട്ട്, ചർച്ചിൽ പോയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. നമ്മൾ എപ്പോഴും നമ്മൾ സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ഇതിൽ ഇല്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങളുണ്ടാവും. അതല്ലേ ഇപ്പോൾ മൂപ്പര് ഇവിടുന്ന് പോവാത്തത്. അപ്പോൾ എനിക്ക് ഇനി പറയാനുള്ളത്, ഞാൻ എന്നും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലത്തെ 2-3 ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മണ്ണാർക്കാടിൽ ഒരു ട്രാഫിക്കിൻ്റെ ഒരു സിഗ്നൽ ലൈറ്റ് കൊണ്ടുവന്നൂടെ. കാരണം എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ നാട്ടിലും തന്നെ നാടല്ലാത്ത നാട്ടിലും കൂടി ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് പിന്നെ ഈ വാഹനങ്ങളുടെ ഗതാഗത തിരക്കും അതുപോലെ തന്നെ ആളുകൾ അലക്ഷ്യമായിട്ട് റോഡിൽ ക്രോസ് ചെയ്യണതും പാസ് ചെയ്യണതും അപകടങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ചെയ്തുകൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂപ്പരെ നേരിട്ട് കാണാൻ കിട്ടണ്ടേ, അതല്ലേ സംഭവം. അപ്പോൾ അതേപോലെ തന്നെ LDFൻ്റെ ആൾക്കാരായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊന്നും നമ്മുടെ എന്താ പറയുക തിരിഞ്ഞു നോക്കും കൂടിയില്ല. എന്നാൽ MLA സംസുദ്ദീൻ സാറാണെങ്കിൽ, ഇപ്പം സാറ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പരൊരു ഇത് കണ്ടിട്ട് പറയാണ്. അപ്പോൾ മൂപ്പര് ഒന്ന് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് മൂപ്പരൊരു ഓൺലൈനിൻ്റെ ഒരു വാർത്തയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഹായ് നാടും നഗരവും എന്നാണ് MLA സംസുദ്ദീൻ സാറ് ഒരു ദിവസം പറയണ്ടായി. നമ്മളവിടെ അപ്രതീക്ഷിതമായി ചെല്ലുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ നല്ല രസമാട്ടോ ഇവിടുന്ന് സൺസെറ്റ് കാണാൻ. ഞാൻ ഇത്ര നേരം ഇവിടെ തന്നെ ആയിരുന്നു, ഏകദേശം ഒരു 5:30 വന്നാണ്. സൂര്യന് ഒരു എന്താ പറയുക കുങ്കുമപ്പൂവിൻ്റെ കളറ് ഒന്നും കൂടി ഇങ്ങോട്ട് എന്താ പറയുക അടിപൊളിയായിട്ട് കാണാനൊരു പ്രത്യേക വെണ്മയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അത് ഇനി ഒരു 5 മിനിറ്റും വേണ്ട, പെട്ടെന്ന് താന്നു പോകും. അപ്പോൾ അതെന്തോ അതൊക്കെ പ്രകൃതിയുടെ ഇഷ്ടം. നമ്മളിപ്പോൾ അവരുടെ പ്രകൃതിയുടെ ഇഷ്ടത്തിന് നമുക്ക് നിൽക്കാൻ കഴിയില്ല. പിന്നെ ഇന്നിപ്പോ രമേശ് പിഷാരടി, അതേപോലെ തന്നെ സുരേഷ് ഗോപി, ശ്രീകണ്ഠൻ അവരുടെ ഭാര്യ MLA ആയിട്ട് മത്സരിക്കുന്നുണ്ട്. പിന്നെ മേജർ രവി, അങ്ങനെ ഇനിയിപ്പോ ആരൊക്കെ കൊണ്ടുവരാൻ പറ്റണ ഈ രാഷ്ട്രീയത്തില് അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ
അവര് ഈ പിന്നെ അഭിനയമാണെങ്കിലും കോമഡി ആണെങ്കിലും ഇനി യുദ്ധമാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അവര് കണ്ടിന്യൂ ചെയ്ത് പോണ ഒരു പിന്നെ മേഖലയും കൂടിയാണ് സിനിമ. ഇനിയിപ്പോ സിനിമയിൽ ഇപ്പോ ഒരു കോപ്പുമില്ല. കാരണം നല്ല തമാശയോ നല്ല എന്താണ് ഒരു ഒന്നുമില്ല. ഇനിയിപ്പോ എടുത്തെടുത്ത് പറയാനൊന്നുമില്ല. അപ്പോ സിനിമാ മേഖലയും ഈ രാഷ്ട്രീയം കൊണ്ട് എന്തായാലും പോവും. ജയിക്കോ അതുല്ലേനും, തോറ്റു എന്ന ഒരു പേര് മാത്രം. ഇപ്പോ ചില ആൾക്കാർ പറയുന്നുണ്ട്, അതിപ്പോ പറയാ മാത്രമല്ല എല്ലാരും പറയും, രമേശ് പിഷാരടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇതുവരെയായിട്ടും പോയിട്ടുണ്ടോ? അതേപോലെ തന്നെ അവര് ഇന്നേ വരെ ജനങ്ങളുടെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇതുവരെയായിട്ടും എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കണേ. അത് ഒരു വശം ശരി തന്നെയാണ്. മൂപ്പരിങ്ങനെ ഓരോ പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനെ ഓരോ കോമഡി പരിപാടിയിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ മേജർ രവിയുടെ കാര്യം പറയാതിരിക്കുക നല്ലത്. മൂപ്പര് ശരിക്കും BJPയുടെ ഒരു സംഭവം തന്നെയാണ്. എന്നിരുന്നാലും ജനങ്ങൾ പല വിധാണ്. ആ പല വിധത്തിലുള്ള ജനങ്ങളെ നമ്മൾ കയ്യിലെടുക്കണം. അതിന് ഇവിടെയുള്ള ഒരു പാർട്ടിയുടെ ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കണ ഇപ്പൊ MLA ആണോ MP ആണോ പിന്നെ മന്ത്രിയാണോ ആരായാലും അവർക്ക് കഴിയില്ല. കാരണം അവർക്ക് അവരുടേതായ ഈഗോ, ഞാനെന്ന ഭാവം, ഇനിയിപ്പോ വേറൊന്നും പറയണ്ട. അപ്പൊ ജനങ്ങളുടെ കയ്യിലെടുക്കാനുള്ളൊരു സംഭവം ഇവിടുത്തെ ഒരാൾക്കുമില്ല. അപ്പൊ അതൊക്കെയാണ് ഈ രാഷ്ട്രീയം കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു നിരാശ. ഇനിയിപ്പോ ഇവര് രമേശ് പിഷാരടി പറയുന്നുണ്ട് ഞാന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പൊ എല്ലാ ഇതിലും അങ്ങനെ തന്നെയാണല്ലോ. അവര് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഏതോ നികേഷ് കുമാർ കിണറ്റിൽ ഇറങ്ങിയിട്ട് നല്ല വെള്ളമാണോ ശുദ്ധ വെള്ളമാണോ എന്നൊക്കെ നോക്കണതും, പിന്നെ ഏതോ ഒരു MLA ആവാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് പാത്രം കഴുകണതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെ കാണാനിരിക്കാൻ കിടക്കണോ എന്ന് മാത്രം നമ്മൾ സംശയിച്ചാൽ മതി. അല്ലാതെ അതിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നമ്മുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇനിയിപ്പോ ട്രാഫിക്കിന്റെ എന്ത് ബോധവൽക്കരണോ ട്രാഫിക്കിന്റെ സിഗ്നൽ വെച്ചിട്ടോ ഒരു പ്രയോജനമില്ല. നമ്മള് ആ പഴയതുപോലെ തന്നെ. കാരണം 1 മിനിറ്റ് ആണെങ്കിലും 10 സെക്കൻഡ് ആണെങ്കിലും നമുക്ക് നിൽക്കാനുള്ളൊരു പ്രവണത ഇല്ലാതെയും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ മണ്ണാർക്കാട് ഒരു എന്റർടൈൻമെന്റിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഓരോ യന്ത്ര ഊഞ്ഞാലും പിന്നെ ഇങ്ങനെ വട്ടത്ത് കറങ്ങുന്ന സാധനം. അത് ശരിക്കും നമ്മളൊക്കെ എന്താ പറയാ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം ഇവിടെ കുറെ വർഷം മുന്നേ ഇതേ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ മണ്ണാർക്കാട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു പെൺകുട്ടിയുടെ തലമുടി ആ യന്ത്ര ഊഞ്ഞാലിൽ കുരുങ്ങിയിട്ട് തലയോട്ടിയിൽ നിന്നും മുറിഞ്ഞ് പോയിട്ട് ആ കുട്ടി മരിക്കണ്ടായി. അപ്പോ അത് വർഷങ്ങൾ കഴിഞ്ഞു. അത് ഞാൻ ഓർമ്മിപ്പിക്കല്ല, എന്നിരുന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അത് അവരുടെ ശ്രദ്ധ കുറവുകൊണ്ട് മാത്രമാണ്. അത് പണിക്കാരുടെയോ അല്ലെങ്കിൽ ആ യന്ത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പ്രശ്നമല്ല. അത് തലമുടി ചിലപ്പോ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റോഡിലൊക്കെ കാണാറില്ലേ, അതേപോലത്തെ ഒരു പരിപാടി ചെയ്തു. പക്ഷെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമല്ലേ, അത് അറിയില്ലേ അവർക്ക്. അപ്പൊ അതില് നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മളെ സേഫ്റ്റി നമ്മളെ കയ്യിലാണ്. അപ്പൊ നമ്മളെ സേഫ്റ്റി നമ്മുടെ കയ്യിലാകുമ്പോ അവരത് ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മളിപ്പോ ഒന്നും വേണ്ട, പ്രൈവറ്റ് ബസ് ഏതെങ്കിലും ഒരു ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ ബൈക്കിലോ പോയി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് ബസ്സുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അവരിപ്പോ ശരിക്കും തല്ല് തുടങ്ങിയിരുന്നു. അതേപോലെ KSRTC ബസ് എങ്ങാനും ഇടിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ഒരു തെണ്ടിയും പിന്നെ അവിടെ പോവില്ല. അവിടെ പിന്നെ വരുന്നത് പോലീസാവും. പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരെ ഉത്തരവാദിത്തമാണ് അത്. അല്ലാതെ ഇപ്പൊ അവര് അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ അല്ല. അപ്പൊ എന്തായാലും നമ്മള് ചെക്കന്മാര് ഫുള്ള് പാമ്പായിട്ടാണ്. പോലീസ് അവരെ പിടിക്കാൻ അവരെ പിന്നാലെ പോവാ. പെരുന്നാളിന്റെ ആഘോഷമാണ്, അല്ല പറഞ്ഞില്ല. നമുക്കത് പോയാ അതോ അപ്പൊ ഈ പെരുന്നാളിന്റെ ഒരു ആഘോഷത്തില് എന്താ പറയാ ഏതൊക്കെ വഴികളാണ് പോയത്.
ആ പിന്നെ ഞാൻ കുറെ കാര്യം പറയാൻ തരും അതൊക്കെ മറന്നുപോയി. അപ്പൊ ഞാന് ആര്യമ്പാവുന്ന് വരുമ്പോ അയ്യൂരിന്ന് വരുമ്പോ ഉള്ള കാര്യം തന്നെയാണ് അത്. എന്താ വെച്ച് കഴിഞ്ഞാലേ അതാ പോലീസ് വണ്ടി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു. അപ്പൊ അവര് ഏതുകൂടെയൊക്കെ മുങ്ങിയിരുന്നു, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോ പിന്നെ ഒക്കെ എന്താ പറയാ അറിയോ, എന്ത് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യല്ലേ, വെറുതെ ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ പറയാ, അവരെന്തൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും എന്തൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കേൾക്കുക. നമ്മുടെ സമയം ഇങ്ങനെ പോവാണ്. നമ്മുടെന്ന് പറഞ്ഞാൽ ഇങ്ങടെ ഇല്ല കേട്ടോ, ഇന്റെ. അപ്പോ ചില ആൾക്കാര് ചില സമയത്ത് ഇങ്ങനെ പറയും സമയമാണ് പ്രധാനം എന്നുള്ളത്. സമയം എന്ന് പറയുമ്പോ എല്ലാവർക്കും അത് തുല്യനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഞാനിങ്ങനെ കണക്ക് കൂട്ടിയേ ചില സമയത്തെ, ആ സമയത്തിന്റെ കണക്ക് കൂട്ടിൽ നോക്കുമ്പോൾ ഒന്നും തെറ്റിയിട്ടില്ല, കറക്റ്റ് കണക്കാ. അപ്പൊ എൻ്റെ അടുത്ത് മാത്രമാണ് തെറ്റുള്ളത്, എന്തോ നമുക്കറിയില്ല.